ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കറിൽ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം വിധാട്ടാ. അപ്പോൾ ഞാൻ ചെമ്മീൻ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. അപ്പോൾ ഞാനത് തൊലി കളഞ്ഞിട്ട് അത് വേവിച്ചു. അതായത് ഒരു വിസിലടിച്ചു കുക്കറിൽ ഇട്ടിട്ടാണ്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ. അപ്പം നമ്മൾ അത് വേവിക്കുമ്പോൾ ഒറ്റ വിസിലടിച്ച് കഴിയുമ്പോൾ അതിൽ ചെമ്മീൻ മാത്രം നീക്കി വയ്ക്കുക. അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യം വരും. അതായത് ചെമ്മീൻ വേവിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യം വരും കേട്ടോ. അതും വേറെ സ്ഥലത്തേക്ക് നീക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക, ചതച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് ബിരിയാണി അരി. ഇപ്പം ഞാൻ 3.5 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തത്. അത് ഞാൻ 3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതായത് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത എണ്ണയിലേക്കാണ് ഈ സബോളകൾ ഇടുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ എന്നിട്ട് സബോള ഇങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അതിലാണ് പിന്നെ ഞാൻ ഇത് വെക്കാനായിട്ട് സബോളകളൊക്കെ എടുത്തിട്ടത്. പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ എണ്ണയ്ക്ക് ഈ ലൈറ്റ് ബ്രൗണിൻ്റെ കളർ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആ എണ്ണയിൽ തന്നെ സബോള ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അതും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് വഴന്ന് കിട്ടും. നന്നായി ഇങ്ങനെ എന്താ പറയുക, വെന്തിങ്ങനെ ഉടഞ്ഞാലാണ് കേട്ടോ ആ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു 2-3 തക്കാളി, അതായത് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ടാവില്ലേ, അതെടുക്കുക. അതൊരു 2-3 തക്കാളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ അത് അതിലോട് കൂടി തന്നെ എന്താ പറയുക, ഉടഞ്ഞ് ചേർന്നോളും. അങ്ങനെ ഉടഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇനി സമയമില്ലാത്തവരാണ് ഇങ്ങനെ വഴന്ന് കിട്ടാൻ അധികം സമയം വേണ്ടി വരുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നമുക്ക് കുക്കറിൽ വിസിലിട്ടിട്ട് 2-3 വിസിലടിച്ച പെട്ടെന്ന് അതിങ്ങനെ ഉടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ 2 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായി അങ്ങോട്ട് ഉടഞ്ഞ് കുഴഞ്ഞ രീതിയിലായി. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ നമ്മൾ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല അങ്ങനെ വലുതുണ്ടെങ്കിൽ അതും കുറച്ചിടുക. എന്നിട്ട് അത് നന്നായി അങ്ങോട്ട് വഴച്ച് അതങ്ങോട്ട് മൊരിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കഴുകാൻ വെച്ച അരിയില്ലേ അത് വാല വെച്ചോളാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ സബോള ഒക്കെ നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ എന്താ പറയുക ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ വാല വെച്ച അരിയില്ലേ അതും അതിലേക്ക് ഇടാട്ടോ. എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ബാക്കി വെള്ളം ഉണ്ടാവും. ആ ചെമ്മീൻ വേവിച്ചപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം, അതായത് ഒരു ഗ്ലാസ്സിന് ഞാൻ 2 ഗ്ലാസ് വെള്ളം അളവിലാണ് കേട്ടോ എടുക്കുക. അപ്പോൾ ആ ചെമ്മീൻ വേവിച്ച വെള്ളം പിന്നെ അതിലേക്ക് ബാക്കി വെള്ളം ചേർത്ത് ഞാനിപ്പോൾ 3.5 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ 3.5 ഗ്ലാസ് അരിക്ക് ഞാനൊരു 7 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഞാൻ ഇങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ലെവൽ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കേട്ടോ. നമ്മൾ സബോള വാട്ടുമ്പോൾ ഉപ്പ് ഇടുന്നുണ്ടെങ്കിലും പിന്നെ ഇതിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോൾ ഉപ്പ് കുറയും. അപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പുണ്ടോയെന്ന് നോക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ പിന്നെ അത് മതിയാവും കേട്ടോ. പിന്നെ അത് ചോറിൽ പിടിച്ചോളും. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ്, അതായത് ഒരു നാരങ്ങ പകുതി ചെറുനാരങ്ങ പിഴിയുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒറ്റ വിസിൽ അടിക്കുക വേണ്ട കേട്ടോ. അധികം വിസിലിന് അടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വിസിലടിക്കുക. ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറക്കുക. നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഈ രീതിയിൽ കുക്കറിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കട്ടോ. കഴിക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുട്ടയും പുഴുങ്ങി, പിന്നെ നല്ല കട്ട തൈരാണ് കേട്ടോ. അതിൽ കുറച്ച് കുക്കുംബറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും തൈരും. അപ്പോൾ വടുകപ്പുള്ളി അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി കഴിച്ചു കേട്ടോ. അത് നല്ല ചൂട്ടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.